കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ മറ്റേ ആനയൊന്നും ഇല്ല, തിരുത്തി പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇവരെ ഞാൻ എവിടെയോ മറ്റേ ഇതെന്താ ഇത്? ഒരു കോടീശ്വരന്റെ കിടപ്പ് ഇവനെന്താ ദീപച്ച് കഴിയുമ്പോൾ ഒളിമ്പിക്സിൽ ഓടാൻ പോകും. ഉളുപ്പുണ്ടോ? പരമച്ചേട്ടൻ മാറി എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് അങ്ങനെ മതിയാവണം. ഞങ്ങളിലേക്ക് ഞാൻ പെട്ടു. കുറച്ച് പുറത്ത് കുറച്ച് മറ്റേ ഇതുണ്ട് പയറ് കഴിച്ച് വയറ് നിറഞ്ഞിറങ്ങി. എൻ്റെ മുന്നേ ടേസ്റ്റ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എവിടെ പോകുന്നു ഇപ്പം പറയത്തില്ല. ഇന്ന് ഞങ്ങൾ 3 പേരോട് കേട്ടോ. 3 പേര് മൂഞ്ചി പോകുന്ന പറയുന്ന ആൾക്കാരോട് തിരുത്തി കളയണം, തിരുത്തി മാറ്റി അങ്ങനത്തെ സാധനം പറയണം, അത് തിരുത്തി പറയണം. അതുകൊണ്ടാണ് അത് ഇന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ 3 പേര് വിത്തൗട്ട് പ്ലാനിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എവിടെ നിന്നും പറയത്തില്ല, ചെല്ലുമ്പോൾ കാണിക്കാം. ഇപ്പോൾ നമ്മൾ അത്താണി സിഗ്നൽ, അതായത് ഇവിടെ നമ്മൾ റൈറ്റ് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവാം. നമ്മളിവിടെ നേരെ അങ്കമാലി റൂട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അങ്കമാലി സിഗ്നലിലെത്തി. ഓപ്പോസിറ്റ് വരുന്നവരുടെ അവസ്ഥ നോക്കിയത്, അങ്കമാലി സിഗ്നലിൽ കിടക്കുന്ന വണ്ടികളേതല്ല. ഇവർക്ക് ഇനി ഏത് കാലത്ത് പോകും? ഇന്ന് കുറവാണ്, പക്ഷെ തിരിച്ചു വരുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴേ നമ്മൾ ഇതുവരെ കിടക്കാനുള്ളതാ. ആ ഫോർച്യൂണർ ബാക്ക് ചെയ്ത് കാണണ്ടോ ഗൈസ്? ഈ ബോർഡിൻ്റെ അകത്തുണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലം. ആർക്കും സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇവിടെ കിടപ്പുണ്ടല്ലേ, കിടക്കട്ടെ, അതുപോലെ പണിയൊന്നുമില്ലല്ലോ. ഇനി ഒരു ദിവസം നമ്മൾ ഇതിനകത്ത് ട്രാവൽ ചെയ്യുന്നതായിരിക്കും. എന്നൊന്നും പറയത്തില്ലാണോ, എന്തായാലും ഒരു ദിവസം കിട്ടും. അങ്ങനെ നമ്മൾ ഫ്യൂൽ ഫില്ല് ചെയ്യാനായിട്ട് പമ്പിലെത്തി. നമ്മുടെ ഫ്യൂലാണ് CNG. ഉണ്ട് 99 രൂപ 50 പൈസയാണ്. ഗ്രാമത്തിലൂടെയുള്ള യാത്രയാണ് കേട്ടോ, ഫുള്ള് കട. ഇപ്പം ശരിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ കൂടെ, അതായത് പത്തനംതിട്ടയിൽ കൂടെ പോകുന്ന പോലെ എറണാകുളം ജില്ലയിൽ നിന്ന് പത്തനംതിട്ട പെട്ടെന്ന് വന്നവരാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഏകദേശം എത്ര കിലോമീറ്റർ? 10-15 കിലോമീറ്റർ കൊണ്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് ലെഫ്റ്റ് സൈഡിലല്ലേ. എനിക്ക് നമ്മൾ പോകുമ്പോൾ ആ വ്യൂ ഇവിടെ മറ്റേ ഇതെന്നാ ഇത്, എന്തോ ഒരു സ്ഥലം, കണ്ണപ്പനാണോ? ആ, ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എൻട്രി ചെയ്തിട്ടേ പോകാൻ പറ്റുമോ? ഇവിടെ വേണം, വണ്ടി നമ്പറിൽ എൻട്രി ചെയ്യണം. താത്തോ അവിടെ ചെന്നിട്ട് ലൈസൻസ്, ചിലപ്പോൾ ലൈസൻസ് വണ്ടിനില്ല, അഡ്രസ് മാത്രമേ കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോകാൻ. അവിടെ ചിന്തിച്ചില്ലടാ, നമ്പർ ചെയ്തിട്ടോ. അപ്പോൾ വണ്ടി നമ്പർ എഴുതി, പേരൊന്നും വേണ്ടല്ലോ, വണ്ടി നമ്പർ മാത്രം മതി. ആ, തിരിച്ചപ്പോൾ അതിൻ്റെ ഇതിൽ വരുന്നില്ലെങ്കിൽ ഓക്കെ. ഇവിടെ കാണാൻ നല്ല രസം, കാണിക്കാം. ഇതെന്ത് പനിയാണെന്നറിയോ? പമ്പയിലാണോ? ഇവിടെ പക്ഷേ ഇല്ലേ, ആനയൊക്കെ ഇറങ്ങുന്ന കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ മറ്റേ ആനയൊന്നും ഇല്ലായിരുന്നു, ആന പിണ്ടം കണ്ടായിരുന്നു. ഇത് ഫുള്ള് എനിക്ക് ഇതിൻ്റെ തോട്ടം ഇത് ഫുള്ള് ഇതാ. ഈ റോഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഫുള്ള് ഗട്ടറായിരുന്നു. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ മാത്രം പോയിക്കൊണ്ടിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ കാണിക്കാൻ പറ്റിയൊരു സ്പേസ് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ വ്യൂ ഞാൻ കാണിക്കായിരുന്നു. എനിക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ വ്യൂ ഉണ്ട്, ഞാൻ കാണിക്കാം. ചെറിയ റോഡാ, ഒരു വേറെ വണ്ടി വന്നാൽ സൈഡ് വെച്ചിട്ട് പാടാ. എവിടെയെങ്കിലും വ്യൂ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കാണിക്കാം കേട്ടോ. ഇത് ഉരുൾപൊട്ടലിൽ വന്നാടാ. ആ, റോഡ് ശോകമാ. ജാർത്തെല്ലാം പണിത് വൃത്തിയാക്കിയെന്ന്. റോഡ് ശോകമാ. എൻ്റെ ചേട്ടൻ പുതിയ വണ്ടിയും കൊണ്ട് വന്നിട്ട് ഗട്ടർ താറാനെ വെച്ച് എടുത്ത് ചാടിയാൽ കണ്ടത്തിവിടെ പോകാനല്ലേ. ഉരുൾപൊട്ടലിൽ സംഭവിച്ചു. ഇത് ഒരു കൈ നട്ടേക്കുണ്ടോ? ഇത് ഫുള്ള് കൈ നട്ടേക്കുന്ന. ഇതായിരിക്കും വഴി കണ്ടോ? മറ്റിതുണ്ടോ, ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇലക്ട്രിക് ലൈൻ കൊടുത്തിട്ടുണ്ട്. അരിയല്ലടാ, ഇത് വളം ഇതുണ്ട്, ഇലക്ട്രിക് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആന ഒന്ന് കയ്യത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി. അപ്പം
കാറിനടിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് ആന വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വിട്ടുകാരെ ഫോറസ്റ്റ് വണ്ടിയൊക്കെ വരുന്നത്. എല്ലാം എനിക്കൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെയാണ് നല്ല വൃത്തിയായിട്ടിരിക്കുന്നത്. ഇതുവഴിയൊക്കെ കയറി പോകാം. ഈ വ്യൂ ഉണ്ടോ? ഈ ഒഴുകി വരുന്ന വെള്ളമാണ് ഇനി അവിടെ വെള്ളച്ചാട്ടോട്ട് പോകുക. പക്ഷേ ഈ വെള്ളം ഇങ്ങോട്ടാണല്ലോ ഒഴുകുക, നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്. മൊത്തം കൺഫ്യൂഷനാണല്ലോ. വെള്ളച്ചാട്ടത്തിന് വരുന്ന വെള്ളച്ചാട്ടത്തിന് വെള്ളം, അതിന് വെള്ളം ഇങ്ങോട്ടാണ് ചാടുന്നത്. എന്താ നമുക്ക് കൺഫ്യൂഷൻ തീർക്കാം. നമുക്ക് അവിടെ ചെന്നിട്ട് പോട്ടെ. ചിന്തു ഇതുവരെ കണ്ടു നിനക്ക് എന്താ പറയാൻ? എന്നിട്ട് എന്തായാലും തൂക്കിയെടുത്തോട്ട് കളയാം. അതാ 40-40 വയസ്സായി, ഇനി പെണ്ണ് കിട്ടിയിട്ടില്ല. ഗൈസ്, ചിന്തു ശശിധരൻ, കരവാലൂർ PO, പുല്ലൂർ, 32 വയസ്സ്. ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. പെണ്ണിനെ തേടുന്നുണ്ട്. അവൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ DM ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ഇട്ടാൽ അവരുടെ നമ്പർ കിട്ടും. അത് വിടും. അതെന്താ എന്തെങ്കിലും നടക്കാൻ പോകില്ല. അതെ, പെരുന്നേരി പോയിരിക്കുന്നു. പൊളിച്ചൊരു കാറ് കിടക്കാതെ. ഇത് ഇപ്പോഴും കേട്ടോ ഒരു 4 കൊല്ലം മുമ്പ് വരുമ്പോൾ ഈ വണ്ടി ഇതുവരെ കിടപ്പുണ്ട്. അപ്പം അതിന് മുമ്പുള്ളതാണ്. ഇവിടെ ആന കേട്ടോ. ആന ഇവിടെ കാൽപ്പാടുകളൊക്കെ ഞാൻ കാണുന്നത് അതുകൊണ്ടോ. അതാണ് രാത്രിയിൽ ഇതുവഴി വണ്ടി ഇവിടെ ചെക്ക് പോസ്റ്റ് വെച്ചേക്കുന്നത്. രാത്രി ഇതുവഴി വണ്ടി വിടാത്തതിൻ്റെ കാര്യം അതാണ്. ഓടൊക്കെ വെച്ചിട്ട് വണ്ടി ഇവിടെ നിർത്തിടാൻ പാടില്ല. ഇതുവഴി ഇതൊക്കെ ആന വരുന്ന സ്ഥലങ്ങളാണ്. കാൽപ്പാടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അകത്തുള്ളൊരു ചെറിയൊരു അമ്പലമാണ്. ഒരു വേട്ടവിടെ വാലുവെട്ടുകൊണ്ടിരിക്കുന്നു. ഓറഞ്ച് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഏത് കാലത്തെ വണ്ടിയാണ് ഇതൊക്കെ? ലാസ്റ്റ് പമ്പ് വണ്ടി, ഇത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവർ നമ്മൾ കയറി വരണം. ഉണ്ട്, പെട്രോൾ ഉണ്ടാവും. ചായക്കട നമുക്ക് അവിടെ ചെക്ക് പോസ്റ്റ് കേട്ടോ. വേഴാമ്പൽ 6 അതെത്ര? തൃശ്ശൂർ. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തുന്നതായിരിക്കും. ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. ഇനി നമുക്ക് കടുവനെ കാണിച്ചു തരണം ഗൈസ്. കടുവ ഇവിടെ അകത്ത്. ഗൈസ്, നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ നമ്മൾ പേയ്മെന്റ് അടച്ചിട്ട് നമുക്ക് കയറി പോവാം. അതിരപ്പള്ളി വാഴച്ചാൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പെർ ഹെഡിന് 60, വണ്ടിക്ക് 40. ഗൈസ്, അങ്ങനെ നമ്മൾ എൻട്രി അടിച്ചു. ഇനി നമ്മൾ ഇവിടെ സൈലൻ്റ് ആയിട്ട് എടുക്കുന്ന പുഴയാണ്. അവിടെ ചെല്ലും പറയാം വയലൻ്റ് ആവും എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെറിയ കേട്ട് വലിയ ഇറക്കാറുണ്ട്. ഇനി ഇതിനൊക്കെ വലിയൊരു ഇറക്കാറ് കിടക്കാം. കയറിട്ട് വലിക്കേണ്ടി വരും. ചീവീടിന്റെ കളകള ശബ്ദം ശരിക്കും വെള്ളത്തിന്റെ അല്ല. ചീവീടിന്റെ കീ എന്നുള്ള സൗണ്ടും വെള്ളത്തിന്റെ കളകള എന്നുള്ള സൗണ്ടും രണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഇവിടെ റെസ്റ്റ് നിനക്ക് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം ഇത് കേട്ടോ. നനഞ്ഞ് നടക്കാന്നുള്ളൂ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട്. ഇപ്പൊ നമ്മൾ കേൾക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അനന്തമുണ്ട്, എല്ലാവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് അനന്തുവിൻ്റെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കും. അല്ല അനന്തു, ഇതിൻ്റെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കും. കയറി ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നല്ല ചിരിച്ച് കളിച്ച് വരുന്ന ഈ 2 മഹാന്മാരെ തിരിച്ച് കയറുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാൻ കേട്ടോ. അടുപ്പിക്കാം, എന്നാൽ ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. ഇവിടെ നമുക്ക് ചായ കുടിക്കുക. അടുത്തായിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നുണ്ട്. കോഫി എത്രടാ? 60 രൂപ ഒരെണ്ണത്തിനോ? 360. ഞാൻ ഒരെണ്ണത്തിന് 60 രൂപയുടെ കോഫി ആണ് ഈ കാണുന്നത്. ലുലുവിൽ പുല്ല് ഇത്രയല്ലോ. ഇത് വെട്ടം കുറവാണ്ടാണോ എന്നറിയത്തില്ല, ഒരു സുഖമില്ല കാണാൻ. അപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കോഫി കുടിക്കുകയാണ്. അതിനിടയ്ക്ക് നീ അത് കേട്ടുവോ? പാലക്കാട് സ്ലാങ് അല്ലല്ലോ. പാലക്കാട് സ്ലാങ് എങ്ങനെയായിരുന്നു?
ഈ കാഴ്ചകൾ കാണാൻ എന്തായാലും നമ്മളിവിടെ വന്നേ ഇവിടെ മഴയും കൂടെ ഉണ്ടാണല്ലോ, ചെറിയൊരു ചാറ്റമഴ കൊണ്ട് സെറ്റപ്പായിരിക്കും. ഉറങ്ങിയ സ്വർഗത്തില് ഉണർന്നത് നരകത്തിലോ? വല്ലാത്തൊരു യോഗം തന്നെ. എവിടെയാണ് സ്ഥലം? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. അയ്യടാ, ഒരു കോടീശ്വരന്റെ കിടപ്പ്. ഇവനെന്താ ദീപശിഖ മേന്തി ഒളിമ്പിക്സിൽ ഓടാൻ പോകും? അവനിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. കിടക്കണേണ്ടി പറ്റായി കിടക്കണ പട്ടി. അയ്യോ അമ്മ, നോക്കി നിൽക്കില്ലേ? അമ്മ നോക്കിയെങ്കിലേ കയറി പിടിക്കും. ഈ കാഴ്ച നൈസായിരിക്കും കേട്ടോ. ഇതാണ് ശരിക്കും നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മണ്ടവശമാണ്, ടോപ്പാട്ടോ. ഇറങ്ങിയിട്ട് വേണം നമ്മൾ താഴെ പോകാൻ. വെള്ളം കണ്ടോ, നൈസല്ലേ? ഫോട്ടോ എടുക്കാം. താഴെ നിന്ന് കിട്ടുന്നേക്കാൾ അടിപൊളി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഈ റീൽസൊക്കെ എടുക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. ഒരുപാട് റീൽസ് എടുക്കാനുള്ള ഇത് കിട്ടും. ഇവിടെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോകാം നമുക്ക്. ഇതൊക്കെ മുളയിലുള്ള സെറ്റപ്പായി. ഈ വ്യൂ ആണ് നമ്മളിനി താഴെ പോയി കാണാൻ പോകുന്നത്. നോക്കിക്കേ, നൈസല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാർത്ത് മഴ പെയ്തപ്പോൾ ചേർത്ത് ഫുള്ള് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരിക്കുന്നത്. പക്ഷേങ്കിൽ അത്രയ്ക്കില്ല, എന്നാലും കുഴപ്പമില്ല, ആവശ്യമുണ്ട്. നമ്മളിനി നമ്മളിതുണ്ടോ അവിടെ പോയി നിൽക്കും. അവിടെ നിൽക്കുമ്പോഴത്തേനും നനഞ്ഞ് കുളിക്കും, അത് വേറെ കാര്യം. കൊള്ളാമല്ലേ? നൈസ്. അടുത്ത അഡ്വഞ്ചറിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം മൊത്തം അനുദിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അവൻ പറഞ്ഞത് തിരിച്ച് ഇറങ്ങുന്നുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ കയറാതെ എനിക്കറിയാവുന്നതാണ്. മാസ് ഡയലോഗ് അടിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ചിന്തു, നീ എന്ത് പറയുന്നു? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ, നാണം കെട്ടവരെ. തെണ്ടി, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? അവിടെ തൊലിഞ്ഞ ഒരു മോതം വെച്ചോടാ. നിന്റെ മോത്ത് ആര് നോക്കൂടാ? പെമ്പിള്ളാരെങ്ങനെ നോക്കുവോ? ഇങ്ങനെ കിടന്ന നാശിച്ച നാറി. നീ ഷണ്ടനാടാ, ഷണ്ടൻ, പരമച്ചറ്റ ഷണ്ടൻ. വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കുന്ന നീ ആടാ. നീ എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ? പരമച്ചറ്റ നാറി. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. അവൻ കുറന്ന് പറഞ്ഞിട്ട് വന്നടാ. ആ, ഞാൻ ഓടിങ്ങി പോന്നു. അവൻ്റെ പാൽക്കുപ്പി എടുത്തോന്ന് ഓർത്തിട്ടായിരിക്കും. ഏതോ കൊച്ചിൻ്റെ അവൻ അടിച്ചോണ്ട് പോയത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ റോഡ്. ഇതിനകത്ത് വേണം നമ്മൾ ഇറങ്ങാനും കയറാനും. സൂക്ഷിച്ചിറങ്ങില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് പഞ്ചറാകാനുള്ള എല്ലാ ചാൻസസ് ഇസ് വെരി ഹൈ. ഗൈസ്, ലെറ്റ്സ് ഗോ. എന്ത് വന്നാലും നമ്മുടെ ഫോക്കസ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആയിരിക്കും. സോ എന്ത് നമ്മൾ തരണം ചെയ്യും. അങ്ങനെ നമ്മൾ താഴെ എത്തിട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ തിരിച്ച് കയറുമ്പോൾ കഷ്ടപ്പാടിനൊക്കെ വലിയത് കിട്ടും. നല്ല സുഖമായിരിക്കും. തിന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇതുവരെ ഉള്ളതിനൊക്കെ നല്ല തിന്നുന്നുണ്ട്. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ചെറുപ്പം പറയട്ടെ. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സിനിമ പേര് എനിക്ക് അതിനെ പറയാനാണ്. ഞാൻ വന്നിട്ട് 1-2 സിനിമയുടെ ഷൂട്ടിങ് കണ്ടിട്ടുണ്ട്. കുറേ പുരാതന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാട്ടിലുണ്ട്. മറ്റേ മകർഷികളുടെ തപസ്കരിക്കുന്നത് അങ്ങനത്തെ പല ആളുകൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വ്യൂ നമ്മൾ ഇറങ്ങിപ്പോ. ആ വെള്ളത്തിൻ്റെ ഫോഴ്സാണ് ഈ അടിക്കുന്നത് കണ്ടോ. 3 ലെയറായിട്ടാ വരുന്നു. 1, 2, 3. ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് അതിൻ്റെ അതാണ് ഈ സ്നോയിൽ അടിക്കുന്നത് കണ്ടോ. മുമ്പോട്ട് പോയി നനഞ്ഞിട്ട് വരാം. തിരിച്ചു കയറുമ്പോൾ പവർ കാണണോ? കുറച്ച് മുമ്പോട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നനയാം. നമുക്ക് പോയി നനഞ്ഞിട്ട് വരാം. ഇങ്ങോട്ടത്തെ ഫോഴ്സ് ഇല്ല കേട്ടോ, ചെറിയ രീതിയിലുണ്ട്. കഴിഞ്ഞ ഞാൻ മഴയത്തെ ഞാൻ വന്നപ്പോൾ ഫോണം എടുക്കാൻ പറ്റില്ല, ഒന്നും കാണില്ല. അതുപോലെ വെള്ളമായിരുന്നു.
കഴിഞ്ഞു ഇവിടെ പരിപാടി വെള്ളം കൂടി ഉണ്ടോ? വെള്ളം കൂടി വേണം. വെള്ളം കൂടി പോകാറായപ്പോഴത്തേക്കും വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം കൂടി ചൂടുണ്ട്. മനസ്സിലായി കേട്ടോ ആരാദ്യം മേടിച്ചെല്ലുന്നുള്ള ഫസ്റ്റ് ആദ്യം ആര് ചെല്ലുന്നു നോക്കാം. ഈ വീടിക്കകത്ത് കാണുന്നത് ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം. റോഡും കേട്ടും ആദ്യം നമ്മൾ വന്നിട്ട് ഏകദേശം 10 മിനിറ്റേ എന്തേ ഒന്നും ഇതാ പോകുന്നു. എവിടെ നിന്നെ കൂടെ വന്നേ? ഞാൻ ആദ്യമേ ഓടി കയറി കഴിഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ പെട്ടു. ചെറുതായിട്ട് എൻ്റെ ബോധം പോയ പോലെ വന്നു. പക്ഷെ ഞാൻ പിടിച്ച് നിന്ന് കഴിഞ്ഞു. പഴയ പോലെ വർക്കൗട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മുമ്പോട്ട് അപ്പം എൻ്റെ മുഖം കിട്ടത്തില്ല. പഴയ പോലെ നടപ്പും ഓട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് പവർ കുറവാണ്. അതുകൊണ്ട് കുറച്ച് നേരം കിടന്നിട്ട് പോകാൻ വെച്ചു. ഇവിടെ ഒരുത്താൻ പെട്ടു. തല കാണിക്കണം. അവൻ പെട്ടു. ഉള്ളതിൽ പ്രായമുള്ള ഇവര് മാത്രമേ ഒരു കുഴപ്പമില്ല. ബാക്കി ഞങ്ങളെല്ലാം പെട്ടു. എക്സസൈസ്. അതെ, അവൻ്റെ എക്സസൈസാണ് 6 പൊറോട്ട, ചിക്കൻ ഫ്രൈ, എന്ത് ഫുൾ മന്തി. അതാണ് എക്സസൈസ്. നമ്മളൊക്കെ ഒന്ന് പറ്റും. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് എടുക്കുന്നു. നല്ല കാറ്റുണ്ട്. ഇവിടെ കുറച്ച് കിടന്ന് ചിലപ്പോൾ ഉറങ്ങിപ്പോകും. ഉറക്കം വരുന്നുണ്ട്. നമുക്കൂടെ വിട്ടാലോ? ഞങ്ങൾക്ക് വേറൊരു ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം കഴിഞ്ഞിട്ട് ഈ വീഡിയോ നടത്തുള്ളൂ. റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞ് ഇനി ഇവിടെ തിരിച്ച് വണ്ടിക്ക് പോവാം. ഞങ്ങൾ കയറിയ ടൈമിങ് പക്ക കേട്ടോ. വണ്ടിക്കകത്ത് മഴ പെയ്തു. വണ്ടിക്കകത്ത് കയറി സ്റ്റാർട്ട് ചെയ്തു. മഴയും പെയ്തു. ഞങ്ങൾ തിരിച്ച് ബാക്ക് ടു കൊച്ചിക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ വേറൊരു കാര്യം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അങ്കമാലിയുള്ള താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് എത്തി കേട്ടോ. ഇവിടെ പക്ക അങ്കമാലി ഫുഡുകൾ കിട്ടും. ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ഇപ്പം ചോറും അങ്കമാലി പോർക്ക് ഫ്രൈ. അപ്പോൾ നോക്കാം എന്തായാലും. അപ്പം ഇതാണ് ഇവിടെ സെറ്റപ്പ് കേട്ടോ. നമ്മുടെ താടിക്കാരൻ ചേട്ടൻ്റെ പേര് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് വന്ന് കഴിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുണ്ടോ. അപ്പോൾ ഗൈസ് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. വെയിറ്റിംഗ് ഫോർ ഫുഡ്. അങ്ങനെ വാഴയില വന്നു, ചിന്തുണ്ട്, അന്നത് ഫോണിലുണ്ട്, ഞാനിൻ്റെ ക്യാമറയുടെ ബാക്കിലുണ്ട്. അങ്ങനെ ചോറ് വന്നു, മാങ്ങാക്കറി വന്നു, തണുത്ത മാങ്ങക്കറി, അത് പോർക്ക് ഫ്രൈ, അവിയൽ. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെ. എന്തോ ചമ്മന്തിപ്പൊടിയാണെന്ന് തോന്നുന്നു അങ്ങോട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതൊരു ഇതിങ്ങനെ എടുക്കുന്നു, വെക്കുന്നു, ഒരു സാലഡ് ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, കഴിക്കുന്നു. കുറച്ച് പോർക്ക്,
കുറച്ച് മറ്റേ ഇതുണ്ടല്ലോ പയറ്, കുറച്ച് പൊടി, കുറച്ച് പപ്പടം എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നു, കുറച്ച് അവിയലും എടുക്കുന്നു, എന്നിട്ട് ഒരുമിച്ച് ഇളക്കുന്നു. ഒരു പിടി പിടിച്ചിട്ടുണ്ടോ മോനെ. അപ്പോൾ ഇത് ഞങ്ങൾ തീർക്കട്ടെ. അങ്ങനെ നമ്മൾ അതിഗംഭീരമായി ഇതും കംപ്ലീറ്റ് ആക്കി ഇരിക്കുകയാണ്. ഒരു മിനിമം വോളിയത്തിൽ വിടു മനുഷ്യ, നാട്ടുകാര് കേക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. ഞങ്ങളുടെ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് കയറി. സത്യം പറയാലോ, അവിടെ നിന്ന് എണീക്കാൻ പറ്റിയില്ല. അതായത് വയറ് നിറഞ്ഞിട്ട് എണീക്കാൻ പറ്റില്ല എനിക്ക്. പറ്റിയ അത് മൊത്തം വാടിച്ചിട. സത്യം പറയാലോ, ആ ഇലക്കകത്തില് വേണമെങ്കിൽ വേറെ വേണമെങ്കിൽ വേണം. അങ്ങനെ സെറ്റപ്പ് കഴിച്ചു. എന്റെ പൊന്നെ ടേസ്റ്റ്. ആ മാങ്ങ ഞാൻ ഇത് മാങ്ങയല്ലേ, ചുമ്മാ വെള്ളം മാത്രമേ ഉള്ളൂ വെച്ചിരിക്കുകയായിരുന്നു. കല്യാണത്തിന് അങ്കമാലി ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അവിടുത്തെ മാത്രം നല്ല അതുപോലെ തന്നെ പോർക്കൊക്കെ ഉണ്ടല്ലോ. സ്മെല്ലോ ആ ഒരു ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോർക്ക് അങ്ങനെ കഴിക്കുന്നില്ല. എനിക്കതിൽ താല്പര്യമില്ലാത്ത. ടേസ്റ്റ് വൈസ് അടിപൊളി, ഒന്നും പറയുന്നില്ല. ഗൈസ് അങ്കമാലി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇനി അങ്കമാലി നമ്മുടെ താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറണം. ഇത്രയും ബിരിയാണി അങ്ങനെ എന്തൊക്കെയോ എല്ലാം ഉണ്ട്. ചോറ് പറയാം, മാങ്ങക്കറി സജസ്റ്റ് ചെയ്ത സാമ്പാർ ഇവരാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് കേട്ടോ. അതിൻ്റെ കൂടെ എന്തായാലും എനിക്കറിയുന്നുണ്ടോ ഓർക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ബാക്കിയുള്ളൊക്കെ കൂർക്കയുടെ കറി എന്തായാലും ടൈമിങ് കേട്ടോ. മിസ് ചെയ്യേണ്ട ഈ ഏരിയ ഞാൻ അവരെന്നെ കാണിക്കാൻ പോവാം കയറ്റി വെച്ചിട്ട്. അങ്ങനെ കുറേ ഉണ്ട് അവരൊക്കെ അറിയാം. അവരങ്ങനെ അങ്ങനെ ഗൈസ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാം. നേരത്തെ കഴിഞ്ഞു, കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം കഴിഞ്ഞിട്ട് വരാറുണ്ട്. ചെറിയ വണ്ടി കൊണ്ട് ചെറിയ വഴിയിലോട്ട് വരും. ചമ്മന്തിപ്പൊടി